ഹായ് ഏവർക്കും നമസ്കാരം. ADA 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും സംശയം എക്സാം എന്നായിരിക്കും അല്ലേ? മിക്കപ്പോഴും ചോദിക്കുന്നുണ്ട് എക്സാം ഡേറ്റ് വന്നു. നമുക്ക് ചില റൂമേഴ്സൊക്കെ വരുന്നുണ്ട് എക്സാം ഡേറ്റ് വന്നു, അടുത്ത മാസം എക്സാമാണ്, ഉടനെ വരും അല്ലേ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും അത് എന്നാ വരുമെന്ന് നമുക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നാണെന്നുള്ളത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ എക്സാം വരും, അടുത്ത മാസം എക്സാം വരും, നമുക്ക് പഠിക്കാൻ സമയം കിട്ടും. അങ്ങനെ ടെൻഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ കൂടുതലും ഉണ്ടാകുന്നത്. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടാതിരിക്കുന്ന കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ആ ഫാക്ട്സ് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എക്സാം വരുമോ വരില്ലേ, അത് എന്ന് വരും എന്ന് വരില്ല എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ആ ഒരു എക്സാം ഡേറ്റിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെയാണ് NTPC RRB NTPCയുടെ ഗ്രാജുവേറ്റും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്. ആ രണ്ട് പരീക്ഷകളുടെയും എക്സാംസ് എന്നുണ്ടാവുക എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ നോക്കുക, റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ALP വന്നിട്ടുണ്ടായിരുന്നു, ടെക്നീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു, RPF വന്നിട്ടുണ്ടായിരുന്നു, JE വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ പരീക്ഷകളുടെ എന്താ പറയുക എക്സാം ഡേറ്റ് റെയിൽവേ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ എക്സാം ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ALPയുടെയും RPF SI ആണ്, അതുപോലെ ടെക്നീഷ്യൻ്റെയും JEയുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരാനുണ്ട്, പാരാമെഡിക്കൽ വരാനുണ്ട്. RPFൻ്റെ SIയേ ഉള്ളൂ, കോൺസ്റ്റബിൾ ഇല്ല. RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം ഡേറ്റ് വരാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ NTPCയും പിന്നെ ഗ്രൂപ്പ് ഡിയുടെയാണ് എക്സാംസും. ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അല്ലേ? നവംബർ പകുതിയോടുകൂടി എക്സാം നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിയുടെ. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. ഇതിപ്പോൾ നവംബർ മാസമാണ്, നവംബർ മാസം 15-ാം തീയതി ആയി. ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ALPയുടെയാണ്. ALPയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 25/11/2024 തൊട്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും കേട്ടോ. 25/11/2024 തൊട്ട് 29/11 വരെയാണ് എന്തെന്ന് പറയുന്നത് ആ എക്സാം വരുന്നത്. അപ്പോൾ ഇന്ന് 15 ഇനി ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ആ 25 തൊട്ട് 29 വരെ ഏത് നടക്കുകയാണ്? ALP നടക്കുകയാണ് അല്ലേ? അപ്പോൾ നവംബർ മാസം കംപ്ലീറ്റും കഴിഞ്ഞു. അപ്പോൾ ഈ മാസം എന്തായാലും NTPCയുടെ എക്സാം വരത്തില്ല. ഓക്കെ, ഇനിയുള്ളത് ഡിസംബർ 2 തൊട്ട് അടുത്തത് RPFൻ്റെ സ്റ്റാർട്ട് ചെയ്യണം. 2 തൊട്ട് 12 വരെ RPF SI കിടക്കുക ആണേ. അത് കഴിഞ്ഞു 18 തൊട്ട് 29 വരെയും 13 തൊട്ട് 17 വരെയും നിങ്ങൾ നോക്കുക. 12 വരെ RPF SI വരുന്നു, 13 തൊട്ട് 17 വരെ അടുത്ത് എൻഗേജ്ഡാ. വേറെ എക്സാംസ് ഒന്നും ഇല്ല അതിനകത്ത് കേട്ടോ. 13 തൊട്ട് 17 വരെയും എന്താണ് ആ എക്സാംസ് നടക്കുകയാണ്. 13 തൊട്ട് 17 വരെ, പിന്നെ ടെക്നീഷ്യൻ്റെ 18 തൊട്ട് 29 വരെ. അപ്പോൾ നമ്മുടെ ഡിസംബർ മാസവും കംപ്ലീറ്റും തീർന്നു. ഡിസംബർ മാസം ഫുള്ളും എക്സാമാണ്. 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 12-ന് RPF SI അവസാനിക്കും. അവിടെ 13-ന് അടുത്ത് തുടങ്ങുകയാണ്, JEയുടെ തുടങ്ങുകയാണ്. 13 തൊട്ട് 17 വരെ JEയുടെ തുടങ്ങുകയാണ് കേട്ടോ. അടുത്ത 18 തൊട്ട് 29 വരെയുള്ള സമയത്ത് ഇതാണ് അടുത്ത് നമ്മുടെ ടെക്നീഷ്യൻ്റെ എക്സാം നടക്കുകയാണ്. ഇനി ഇതിനിടയ്ക്ക് ഇതെല്ലാം എന്തെങ്കിലും കൊണ്ടിടുമോ, പരീക്ഷ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ചല്ലേ വരുന്നത്, ഇതിനിടയ്ക്ക് വേറെ എക്സാം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേറെ ടൈം ഗ്യാപ്പ് ഒന്നും ഇതിനകത്തില്ല. കാരണം ആ മാസം ഫുള്ളും എൻഗേജ്ഡാണ്, ഡിസംബർ മാസം കംപ്ലീറ്റ് എൻഗേജ്ഡാണ്. അപ്പോൾ അടുത്ത പരീക്ഷ വരാൻ സാധ്യതയുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ 2025 ഓരോ മാസങ്ങളിലായിരിക്കും അല്ലേ? അവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഇനി ഇതിനിടയ്ക്ക് ഇനി അവർ കൊണ്ടുവന്നിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SSCയുടെ കുറച്ച് എക്സാംസ് ഈ വരുന്ന മാസങ്ങളിൽ ഒക്ടോബർ, നവംബർ, ഡിസംബറിലായിട്ട് നടക്കുന്നുണ്ട്. നോക്കുക, MTSൻ്റെ കഴിഞ്ഞു, അത് നോക്കുക. അടുത്ത നമ്മുടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D എക്സാമിനേഷൻസ് വരുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. അപ്പോൾ എന്തായാലും നവംബർ മാസത്തിൽ ആ എക്സാം നടക്കും. ഇനിയിപ്പോൾ റെയിൽവേയുടെ എക്സാം നടക്കുന്നുണ്ട്, അവർ ഡേറ്റ് പബ്ലിഷ് ചെയ്തില്ല, എക്സാം നടക്കുമെന്നതുകൊണ്ട് അത് ചിലപ്പോൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അടുത്തതിലേക്ക് പോകും അല്ലേ? അപ്പോൾ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നമ്മുടെ ഏതുണ്ട്? നവംബറിൽ നമ്മുടെ സ്റ്റെനോഗ്രാഫർ എക്സാം ഉണ്ട്, തീർന്നില്ല. കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ SSC GDയുടെ പരീക്ഷ കേട്ടോ. അപ്പോൾ SSC GDയുടെ പരീക്ഷ അവർ പറയുന്നത് ജനുവരി ടു ഫെബ്രുവരി എന്നായിരുന്നു. നമ്മുടെ എന്താ പറയുക, ഡിസംബർ ടു ജനുവരി സമയത്തായിരുന്നു GD മുമ്പ് SSCയുടെ ഇതിൻ്റെ ഫസ്റ്റ് വന്നിട്ടുള്ള കലണ്ടറിൽ ഇട്ടിരുന്നത്. അതിനുശേഷമാണ് അത് റിവൈസ് ചെയ്ത് ജനുവരി ടു ഫെബ്രുവരി ആയത്. അപ്പോൾ കാരണം എന്താ, നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് ഈ ഡിസംബർ മാസങ്ങളിൽ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായിരിക്കാം, ജനുവരിയിൽ SSC GDയുടെ പരീക്ഷ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിടാനുള്ള സാധ്യതയും കുറവാണ് അല്ലേ? പിന്നെ നമുക്ക് വരുന്നത് ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാസം എന്ന് പറയുന്നത് ഒരു മാർച്ചിൽ നമുക്ക് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യാം. മാർച്ചിൽ ഗ്രാജുവേറ്റും അതുപോലെ ഒരു ഏപ്രിൽ, മെയ് ആ ടൈം പീരീഡ് ആകുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, അണ്ടർ ഗ്രാജുവേറ്റും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം മാർച്ചിലും ഏപ്രിലും. അപ്പോൾ എന്തായാലും ഉടനെ എക്സാം നടക്കത്തില്ല. നമ്മളൊരു കണക്ക് വെച്ച് നമുക്കൊരു മാർച്ച് മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി അല്ലേ? കാരണം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ പരക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് വരുന്നതും എന്തായിരുന്നു, ഏപ്രിൽ മാസവും ഏപ്രിലും മെയ്യിലും ആയിട്ടാണ്, മാർച്ച്, ഏപ്രിൽ, മെയ്യിലായിട്ടാണ്. എന്തായാലും ഇനി വരാനുള്ള ഈ പറഞ്ഞ ഈ ഫെബ്രുവരി
ജനുവരി ഫെബ്രുവരി മാസത്തിന് വേറെ റെയിൽവേയുടെ എക്സാം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പാരാമെഡിക്കലിൻ്റെ എക്സാം അതിനകത്ത് കൊണ്ടുവരും. അതുപോലെ RPFൻ്റെ കോൺസ്റ്റബിളിൻ്റെ എക്സാം കൊണ്ടുവരും അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മാർച്ച് മാസത്തിലായിരിക്കും ഈ ഒരു പരീക്ഷ വരുന്നെങ്കിലും നേരത്തെ വരുന്നെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ ഏതിൻ്റെ NTPCയുടെ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കുക. ഓക്കെ, ജനുവരിയിൽ ടു ഫെബ്രുവരി ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് റെയിൽവേയുടെ RRB എക്സാംസ് ഏതെങ്കിലും നടക്കുന്നു. ഇപ്പോൾ നമ്മൾ SSCയുടെ കണ്ടിട്ടുള്ളൂ. RRB നടക്കുന്നെങ്കിൽ നമുക്ക് പാരാമെഡിക്കൽ എന്തായാലും ഇനി നടക്കാനുണ്ട് അല്ലേ. പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്കുള്ള എക്സാം നടക്കുന്നുണ്ട്. RPFൻ്റെ കോൺസ്റ്റബിൾ എക്സാംസ് നടക്കാനുണ്ട്. അപ്പോൾ ഇതെന്തായാലും ആ സമയത്ത് കൊണ്ടുവരുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് വരാൻ സാധ്യതയുള്ളൂ, NTPCയുടെ എക്സാം വരാൻ സാധ്യതയുള്ളൂ അല്ലേ. അപ്പോഴത്തേക്കും നമുക്ക് മാർച്ച് ഏപ്രിൽ ടൈം പീരീഡിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു എക്സാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ആ എക്സാം ഡേറ്റ് എന്ന് വരും എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷനിലൊന്നും ഇരിക്കട്ടെ. ഇനി അത് വന്നോട്ടെ, നേരത്തെ വന്നോട്ടെ. നമുക്ക് ഇപ്പോൾ 2025 നമ്മളത് എന്തായാലും പറയുന്നത് അല്ലേ. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്തായാലും അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം പഠിക്കേണ്ടത് എന്താണ്, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരുമെന്നുള്ള കാര്യം വ്യക്തമായിട്ടും അറിയാം. നമ്മുടെ മുന്നിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. ഇതിപ്പോൾ നവംബർ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഡിസംബർ മാസമുണ്ട്. നവംബർ, ഡിസംബർ, പിന്നെ ഉള്ളത് ജനുവരി, നമ്മൾ ഈ ടൈം പീരീഡ് അനുസരിച്ച് ഫെബ്രുവരി വരെയുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ നവംബർ മാസത്തിൽ ഇനി 15 ഇന്നൊരു 15 ദിവസം, ഡിസംബറിൽ നമുക്ക് 31 ഉണ്ട്, ജനുവരിയിൽ 31 ഉണ്ട്, ഫെബ്രുവരിയിൽ നമുക്ക് എത്രയുണ്ട്, 2025 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, 28 ദിവസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഏകദേശം 30, 60, 80, 90, 98, 100, 105 ദിവസം. നമുക്കൊരു 100 ഡേയ്സ് എടുക്കാം. അപ്രോക്സിമേറ്റ് 100 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. 100 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 100 ദിവസം നമുക്ക് പഠിക്കാൻ ധാരാളമാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഇനി നമ്മുടെ മുന്നിലുള്ളത്, നമുക്ക് മാർച്ചിലാണ് നമ്മൾ ഫസ്റ്റ് എക്സാം പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും നമ്മൾ നേരത്തെ ഇടുക. അത് നീണ്ടുപോകുന്നെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. ഏപ്രിലാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് മാർച്ചിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. കാരണം മാർച്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മാർച്ചിലാണ് NTPCയുടെ എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഫെബ്രുവരി വരെയുള്ള സമയമുണ്ട്. എത്ര ദിവസം? 100 ദിവസം. 105 ദിവസമാണ് നമുക്ക് വരുന്നത് അല്ലേ. 30, 40, 60, 70, 90, 98, 100, 105 ദിവസമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഓക്കെ, ഏകദേശം 100 ദിവസം നമ്മുടെ മുന്നിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ 100 ദിവസം നമ്മൾ എഫക്റ്റീവായിട്ട് കേട്ടോ, വെറും 100 ദിവസം നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, ജോലിക്ക് പോകുന്നവരാവാം, അതുപോലെ പഠിക്കാൻ പോകുന്ന, ഞാൻ വീണ്ടും പറയാം, ഞാൻ നേരത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ജോലി കളഞ്ഞിട്ടെന്ന് ഞാൻ ഇരുന്ന് പഠിക്കാനൊന്നും പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഈ CBT 1 NTPCയുടെ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾ നോക്കുക. CBT 1 അതുപോലെ CBT 2 ഇത് രണ്ടും നമുക്ക് ക്ലിയർ ചെയ്യണം. പക്ഷേ CBT 1 ക്വാളിഫയിങ് ആണ്. അത് ക്ലിയർ ചെയ്താലേ നമുക്ക് CBT 2ലേക്ക് പോകാൻ പറ്റും അല്ലേ. CBT 1 നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് QAയും റീസണിങ്ങും മതി. അത്യാവശ്യം ഇതുണ്ടെങ്കിൽ 40, 80 മാർക്ക് നമുക്ക് അവിടെ കിട്ടും CBT 1 QAയ്ക്കും റീസണിങ്ങിനുമായിട്ട് അല്ലേ. ബാക്കി ഒരു 20, 25 മാർക്കോളം നമുക്ക് എന്തിന് നേടിയാൽ മതി, നമ്മുടെ ജനറൽ അവയർനെസ് സെക്ഷനകത്ത് നേടിയാൽ മതി അല്ലേ. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുക, ഒത്തിരി ശ്രമിക്കുക. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ CBT 1 വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ CBT 2 ആണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് CBT 1 പ്രശ്നമില്ല, CBT 1 ക്വാളിഫയിങ് ആണ്, നമുക്കൊരു 70 മാർക്കൊക്കെ വാങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ വരും. ഓക്കെ, ഇനി CBT 2 പക്ഷേ അത് പറ്റത്തില്ല. CBT 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മത്സരിക്കുന്നത് ഇവിടുന്ന് സ്ക്രീൻ ചെയ്ത് ഏറ്റവും ടോപ്പിൽ വരുന്ന ആൾക്കാരായിരിക്കും. അത് എങ്ങനെ ആൾക്കാരുടെ എണ്ണം എടുക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ 2 ലക്ഷം പേര് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം പേര് CBT 2ലേക്ക് വരത്തില്ല. എത്രയാണോ RRBയിൽ, ഓക്കെ, നിങ്ങളിപ്പോൾ ആലോചിച്ചാൽ മതി, നമ്മുടെ ട്രിവാൻഡ്രം RRBയിൽ ഒരു 100 വേക്കൻസീസ് ഉണ്ടെന്ന് വിചാരിച്ചോളാം. TVM RRBക്കകത്ത് ഒരു 100 വേക്കൻസി ഉണ്ടെന്ന് വിചാരിച്ചോളാം. ഇത് ഈ TVMലേക്ക് അപേക്ഷിച്ച ഒരു 2 ലക്ഷം പേരാണ്. 2 ലക്ഷം പേരിൽ ഏകദേശം ഒരു 1.5 ലക്ഷം പേര് വന്ന് പരീക്ഷ എഴുതി. 2 ലാക്ക് ആണ് അപ്ലൈ ചെയ്തത്. ഒരു 1.5 ലാക്ക് അപേക്ഷ എഴുതി. അതിൽ 1 ലാക്ക് എന്ത് ചെയ്തു, പ്രിലിംസിൻ്റെ സ്കോർ കടന്നു. ഓക്കെ, 2 ലക്ഷം പേര് അപേക്ഷിച്ചു, 1.5 ലക്ഷം പേര് പരീക്ഷ എഴുതി. അതിൽ ഏകദേശം 1 ലക്ഷം പേര് എന്ത് ചെയ്തു, ആ പ്രിലിംസിനെ സ്കോർ ഇത് ചെയ്തു. പക്ഷേ CBT 2ലേക്ക് വന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഇടുന്നത്, അതിനകത്ത് എന്ത് ചെയ്ത് ഒരു ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഏകദേശം 15 ടൈംസ് ആണ്. എത്രയാണോ വേക്കൻസി അതിൻ്റെ 15 മടങ്ങാണ് അവരെന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരെ സ്ക്രീൻ ചെയ്ത്, നല്ല കഴിവുള്ള ആൾക്കാരെ ടോപ്പിലേക്ക് കയറി വരും അല്ലേ. അത്രയും ആൾക്കാരെ സ്ക്രീൻ ചെയ്താണ് വരുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ഇതിനിടയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന്, അല്ലെങ്കിൽ നമ്മൾ സ്കോർ ചെയ്തു, 70 മാർക്ക് വാങ്ങിച്ചു മിനിമം, അല്ലെങ്കിൽ 85 മാർക്ക് വാങ്ങിച്ചു, എവിടെയെങ്കിലും അറ്റത്തും മൂലയിലും കിടന്നിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ടോപ്പിൽ വരണം, ഏറ്റവും മുന്നിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യുക, ആ ജോലി നേടിയെടുക്കാം. നമ്മൾ ആഗ്രഹിച്ച് വച്ച
നമ്മൾ ആഗ്രഹിച്ച് വെച്ച പോസ്റ്റ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം കേട്ടോ. അതിനു വേണ്ടിയാണ് നമ്മുടെ മുന്നിലുള്ള ദിവസം ഏതെന്ന് പറയുന്നത്. ഈ 100 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ആ 100 ദിവസം നിങ്ങൾ എന്ത് ചെയ്തെന്നോ ഏത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ അറിയത്തില്ല. എന്താണ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടായാലും നമുക്ക് എന്ത് ചെയ്യുക, ആ പരീക്ഷ ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നോക്കി പഠിക്കാം, അവസാന നിമിഷം പഠിക്കാമെന്നും പറഞ്ഞത് ഇത് യൂണിവേഴ്സിറ്റി എക്സാം ഒന്നും അല്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് പോലെ അവസാന നിമിഷം നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് വേണ്ടത് ഏറ്റവും ടോപ്പിൽ വരിക, ജസ്റ്റ് പാസ് ആവുക എന്നുള്ളതല്ല, നമുക്ക് ഏറ്റവും ടോപ്പിൽ വരിക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് 100% എന്ത് ചെയ്യാൻ പറ്റൂ, ജോലി ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. CBT 2-ൽ ഒരു 110 മാർക്കിന് നമുക്ക്, അല്ലെങ്കിൽ ഒരു 105 മാർക്കിന് മുകളിലോട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നേടണം. എത്രയാണ്, 120 മാർക്കിന്. അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഈ CBT 2-നെ ബേസ് ചെയ്ത്, അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള CBAT ഉണ്ട്, അത് ബാക്കിയുള്ള മെയിനായിട്ടുള്ള ബാക്കിയുള്ള പോസ്റ്റുകളെല്ലാം വരുമ്പോഴത്തേക്കും CBT 2-നെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എത്രയാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്, 100+ ഷുവറായിട്ട് 100+ മാർക്ക് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ജോലിക്ക് പോകുന്നവർ, നിങ്ങൾക്ക് കിട്ടുന്ന സമയം എത്രയാണോ അത്രയും സമയം നമ്മൾ ഒരു ആത്മാർത്ഥയോടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ജോലി കളയാനൊന്നും പറയത്തില്ല. ഇപ്പോൾ QAയും റീസണിംഗ് ഒക്കെ അത്യാവശ്യം അറിയാമെന്നുള്ളവർക്ക് CBT 1 ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ CBT 2-ലേക്ക് പോകണമെങ്കിൽ അതും റീസണിംഗ് മാത്രം പോരാ, നമുക്ക് എന്തും കൂടെ വേണം, GKയും വേണം. ആ GKയുടെ മാർക്കായിരിക്കും അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് കേട്ടോ. കാരണം എല്ലാവരും QAയും മാത്സും അറിയാമെന്നുള്ള ആൾക്കാരായിരിക്കും CBT 2-ലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ മാർക്ക് നിർണ്ണയിക്കുന്നത് ഏതായിരിക്കും, നമ്മുടെ GKയുടെ ആയിരിക്കും. അപ്പോൾ GK നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണോ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് വെയിറ്റേജ് ഒക്കെ അനുസരിച്ച് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടും. നമുക്കിപ്പോൾ നവംബറിലും ഡിസംബറിലും ആയിട്ട് നമ്മുടെ ഏതോടൊക്കെയാണ് ALPയുടെയും ടെക്നീഷ്യൻ്റെയും RPFൻ്റെയൊക്കെ പരീക്ഷയാണ്. ഏതാണ് അവർ GK ലെവലിൽ ചോദിക്കുന്നത്, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് ചോദിക്കുന്നത്, പാറ്റേൺ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പ്രശ്നമില്ല. അതെല്ലാം നോക്കി നന്നായിട്ട് കൃത്യമായിട്ടും പഠിച്ചാൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, NTPC പരീക്ഷ നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളുക. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് അവൈലബിൾ ആണ്, അതുപോലെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യം പറഞ്ഞു, പ്രിന്റഡ് ബുക്സ് ആണ്. പ്രിന്റഡ് ബുക്സ് ഈ 100 ദിവസം എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 days ആണ്. അതായത് മാർച്ചിൽ എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, 100 days ഉണ്ട് ഈ കാര്യങ്ങൾ പഠിക്കും. അവിടെ കിട്ടുന്ന, ഇപ്പോൾ മാർച്ചിൽ വന്നില്ല, ഏപ്രിൽ മെയ് മറ്റേ പറഞ്ഞ പോലെ ഏപ്രിൽ മെയ്യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, അഡ്വാൻസ് ആയിട്ട് ദിവസം കിട്ടും, നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ 100 days നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കും. നമ്മുടെ മുന്നിലുള്ള മാസങ്ങൾ ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയും. ഓക്കെ, നവംബർ ഇപ്പോൾ പകുതിയായി, ഡിസംബറും ജനുവരിയും ഫെബ്രുവരി, ആ നവംബർ പകുതി കേട്ടോ. ആ സമയം എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ടാർഗറ്റ് 100 days ആണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ RRB NTPCയുടെ ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മഹാപാക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന, ഇനിയിപ്പോൾ വരുന്ന ഗ്രൂപ്പ് D നമുക്ക് വരുന്നുണ്ട്. അതുപോലെ NTPCയുടെ പരീക്ഷ, അതുപോലെ SSCയുടെ പരീക്ഷ വരുന്നുണ്ട്, PSCയുടെ സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഓരോന്നിനും നിങ്ങൾ മൾട്ടിപ്പിൾ കോഴ്സ് മറ്റുള്ള എക്സാംസിലേക്ക് ജോയിൻ ചെയ്യാൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഗാ പാക്ക് ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ മെഗാ പാക്ക് എടുത്തെന്ന് വിചാരിച്ചാൽ, അതിപ്പോൾ NTPCയുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു, 2000 രൂപയായിരിക്കും ഫീസ്. അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റ് നിങ്ങൾക്ക് പഠിക്കണം, അതിൽ വീണ്ടും നിങ്ങൾ ആ ബാച്ച് ജോയിൻ ചെയ്യണം, അതിനും 2000 രൂപയാണ് ഫീസ്. അപ്പോൾ 4000 രൂപയായി. ഇപ്പോൾ ഗ്രൂപ്പ് D വന്നു, ഗ്രൂപ്പ് Dയും ചെറിയ വ്യത്യാസങ്ങൾ NTPC ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് Dയുടെ സെപ്പറേറ്റ് ബാച്ച് എടുത്ത് പഠിക്കണമെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് Dയുടെ ക്ലാസ്സസ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് Dയും ജോയിൻ ചെയ്യും. വീണ്ടും അവർ 1500 2000 രൂപ അവിടെയും ചിലവാകും. അപ്പോൾ എത്രയാവും, ഏകദേശം 3 കോഴ്സും കൂടെ 6000 രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. പക്ഷേ നിങ്ങൾ മെഗാ പാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഏകദേശം 3900 രൂപ മാത്രമാണ്. 3900 രൂപ. അതിൽ ഈ പറഞ്ഞിട്ടുള്ള 3 ബാച്ച് മാത്രമല്ല, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ എക്സാംസ്, അതിപ്പോൾ കേരള PSCയുടെ ഏത് കോഴ്സും ആയിക്കോട്ടെ, അത് സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്നുണ്ട്, ഇനി നമുക്ക് ഫോഴ്സ് വരുന്നുണ്ട്, SI വരുന്നുണ്ട്, CPI BFI അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ SSCയുടെ വിവിധ അടുത്ത CHSLൻ്റെയും MTSൻ്റെയും അങ്ങനെയുള്ള കാര്യം, CGLൻ്റെയൊക്കെ കോഴ്സസ് വരുന്നുണ്ട്. അതുപോലെ അപ്കമിങ് ബാങ്ക് എക്സാം, നമ്മുടെ യൂണിയൻ ബാങ്ക് LBO ഒക്കെ ഓപ്പൺ ആണ്. അപ്പോൾ ബാങ്ക് എക്സാംസിൻ്റെ വരുന്നുണ്ട്, പിന്നെ ഹൈക്കോർട്ടിൻ്റെ വരുന്നുണ്ട്, റെയിൽവേയുടെ നമ്മുടെ RRB വരുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ എക്സാംസിൻ്റെ കോഴ്സസ്, ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് മാപ്ഡ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണോ ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. 6 മാസമായിരിക്കും വാലിഡിറ്റി. ആ 6 മാസം ഏതൊക്കെ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതല്ല ഏത് സമയത്ത് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു മെഗാ പാക്ക് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഇഷ്ടംപോലെ എക്സാംസ് ഞാൻ കാണിച്ചു തരാം എത്ര എക്സാംസ് ഉണ്ടെന്ന്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും മെഗാ പാക്ക് വഴി ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് അഡ 247 സെർച്ച് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആപ്പിലായാലും ഇത് സെയിം തന്നെ കേട്ടോ. പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിനകത്ത് കയറിയാലും ഇത് തന്നെയാണ്. അഡ 247 എടുക്കുക. അതിൽ ഈ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ എടുക്കുക. അതിൽ സ്റ്റേറ്റ് എക്സാംസിലേക്ക് വരിക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള സ്റ്റേറ്റ് എടുക്കുക. കേരള മഹാപാക്ക് ഇത് എവിടെ ഉണ്ട് കേട്ടോ. കേരള മഹാപാക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. ഓക്കെ, മഹാപാക്ക് 3798 കാണിക്കുന്നത്. അത്രയും നമുക്ക് വേണ്ട. Y907 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3709 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. ഇന്ന് വൈകുന്നേരം കൂടെ മാത്രമേ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതായത് ഇന്ന് ഇപ്പോൾ ഈ ഒരു ദിവസം, കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശിശുദിനത്തിൻ്റെ ഓഫറായിട്ട് വരുന്നതാണ്. ഡബിൾ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 1 വർഷം വാലിഡിറ്റി കിട്ടും. നോർമലായിട്ട് 3900 രൂപ ആയിരിക്കും 6 മാസം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 3700 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. 1 വർഷത്തേക്ക് വാലിഡിറ്റി കിട്ടും. അപ്പോൾ ഈ 1 വർഷം, ഈ നവംബർ 15 തൊട്ട് അടുത്ത നവംബർ 15 വരെയുള്ള ഏതൊക്കെ പരീക്ഷകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു ആ കാര്യങ്ങളിൽ ഇതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താലേ ഈ ഓഫറെല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോക്കുക, 14000 മുകളിൽ ടെസ്റ്റ് സീരീസ്. ആ ടെസ്റ്റ് സീരീസ് ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾ എക്സാംസ് ആണ്. റെയിൽവേ ആണെങ്കിൽ റെയിൽവേ, MDS ആണെങ്കിൽ MDS, SSC GD ആണെങ്കിൽ GD, ഏതിനെക്കുറിച്ചുള്ള ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾ അറ്റ് എ ടൈം ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ഞങ്ങൾക്ക് ഒരു ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ടാൽ മതി. എപ്പോൾ വേണോ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സസ് മാത്രം എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇട്ടിട്ട് അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഞാനിപ്പോൾ കേരള റെയിൽവേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, റെയിൽവേയുടെ ഓരോ ബാച്ചസ് അവൈലബിൾ. അപ്പോൾ നിലവിലുള്ള ബാച്ചിലുള്ള ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പുതിയ ബാച്ചസ് വരുമ്പോൾ അതിനകത്തുള്ള ക്ലാസ്. അപ്പോൾ ഏതെങ്കിലും മിസ്സിംഗ് ആണെങ്കിലും ആ പുതിയ ബാച്ചിലേക്കുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തായാലും പുതിയ ബാച്ചിൽ എല്ലാ ബാച്ചിലും ഒരേപോലെ ആയിരിക്കുമല്ലോ കാര്യങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്ത് റെയിൽവേയുടെ ഇപ്പോൾ NTPC 4ാമത്തെ ബാച്ച് 3ാമത്തെ ബാച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അല്ലേ. 4ാമത്തെ ബാച്ച് അടുത്ത് വരുമ്പോഴത്തേക്കും ഈ 3ാമത്തെ ബാച്ചിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എന്തെങ്കിലും അത്യാവശ്യം കാരണം പുറത്തോട്ട് ഇവിടെ പോയി ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. അടുത്ത 4ാമത്തെ ബാച്ച് വരുമ്പോൾ അതേ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം, ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ. അതാ പറഞ്ഞ് ആ ഒരു ആക്സസിബിലിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും, ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഏത് കോഴ്സ് വേണോ, ഏത് കണ്ടന്റ് വേണോ, ഏത് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ മൾട്ടിപ്പിൾ ബുക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊള്ളുക, അതിന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും RPFൻ്റെ അതുപോലെ NTPCയുടെ എല്ലാ എക്സാമും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിക്കൊള്ളുക, മെഗാ പാക്ക് എന്നുള്ള ആ ഒരു കാര്യം ഈ ഒരു ഓഫർ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വില പിടിച്ചത്, ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. 3700 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ NTPCയുടെ എക്സാം ഡേറ്റ് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ പഠിക്കുക, ഞങ്ങൾ പഠിപ്പിക്കാനുള്ള തീർച്ചയായിട്ടും പഠിപ്പിക്കും, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ക്ലാസ്സിൽ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എക്സാം ഡേറ്റ് അനുസരിച്ച് നോക്കി ടെൻഷൻ അടിച്ചിരിക്കുന്നത് വേണ്ട, നമുക്കെല്ലാം സെറ്റാക്കാം. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.